എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ. ഇന്ന് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വൈൻ റെസിപ്പി നോക്കാം. ക്രിസ്മസിനൊക്കെ തയ്യാറാക്കാൻ പറ്റിയ അടിപൊളി ടേസ്റ്റി പൈനാപ്പിൾ വൈനാണിത്. വൈൻ തയ്യാറാക്കുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ആദ്യം തന്നെ ഒരു പൈനാപ്പിൾ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. പെട്ടെന്ന് റെഡിയാക്കുന്നതുകൊണ്ട് പൈനാപ്പിൾ വേവിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. 500 ഗ്രാം പൈനാപ്പിളിന് 1.5 ലിറ്റർ വെള്ളമാണ് എടുക്കുന്നത്. കട്ട് ചെയ്ത് വെച്ച പൈനാപ്പിളിൻ്റെ വെയിറ്റാണ് 500 ഗ്രാം. ഈ വെള്ളം നന്നായിട്ട് തിളച്ചതിന് ശേഷം കട്ട് ചെയ്ത് വെച്ചിരുന്ന പൈനാപ്പിൾ ഇട്ട് കൊടുക്കാം. ഞാൻ 500 ഗ്രാം പൈനാപ്പിളിന് 300 ഗ്രാം ഷുഗറാണ് ചേർത്തിട്ടുള്ളത്. നല്ല മധുരമുള്ള പൈനാപ്പിൾ ആണെങ്കിൽ 250 ഗ്രാം മതിയാവും. ഞാനെടുത്ത പൈനാപ്പിളിന് മധുരം കുറച്ച് കുറവായതുകൊണ്ട് 300 ഗ്രാം ചേർത്ത് കൊടുത്തതാണ്. ഇനി ഇതിലേക്ക് 3 ഏലക്കായ, 3 ഗ്രാമ്പു, ഒരു കറുവപ്പട്ട ചേർത്ത് കൊടുക്കാം. നല്ല ഫ്ലേവർ കിട്ടാനായി ഇതൊന്ന് ചതച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതൊന്ന് നന്നായി തിളപ്പിച്ചെടുക്കണം. ഇളക്കാൻ വേണ്ടി നല്ല വൃത്തിയുള്ള മരത്തിൻ്റെ കയ്യിലോ സ്പാച്ചിലയോ ഉപയോഗിക്കാം. കറികൾക്ക് യൂസ് ചെയ്യുന്ന കയ്യിലുകൾ ഉപയോഗിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പൈനാപ്പിൾ കഷ്ണങ്ങളെല്ലാം വെന്തുവന്ന് കുറച്ച് വെള്ളം വറ്റിയതിനു ശേഷം സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി ഈ കൂട്ട് തണുക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. നന്നായി തണുത്തതിന് ശേഷം ഇതിലേക്ക് ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഈസ്റ്റാണ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് നന്നായി ഇളക്കി നല്ല വൃത്തിയുള്ള ഭരണിയിലേക്കോ ജാറിലേക്കോ ഒഴിച്ചു വയ്ക്കാം. 2 ലിറ്ററിൻ്റെ ഒരു ജാറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ജാറിൽ ഒഴിച്ചു വയ്ക്കുമ്പോൾ മുഴുവനായി ഒഴിക്കാതെ 1/4 ഭാഗത്തോളം മാത്രം ഒഴിച്ചു വെച്ചാൽ മതി. ഇനി ഇത് എയർ ടൈറ്റായി അടച്ചു വയ്ക്കണം. അതിനായി ഒരു ടവലോ വൃത്തിയുള്ള തുണിയോ ഉപയോഗിച്ച് അടച്ച് കെട്ടി വെച്ച് കൊടുക്കാം. തുണി കെട്ടി വയ്ക്കുമ്പോൾ നല്ല ടൈറ്റിൽ കെട്ടാതെ കുറച്ച് ലൂസായിട്ട് വേണം കെട്ടി വയ്ക്കാൻ. അതിനുശേഷം അതിൻ്റെ അടപ്പ് വെച്ച് അടച്ചു വയ്ക്കാം. ഇനി ഇത് ഒരു ഇരുട്ടുമുറിയിൽ അനക്കാതെ 3 ദിവസം മാറ്റി വയ്ക്കാം. അപ്പോൾ ഇത് 3 ദിവസം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴേക്കും നന്നായി ഫെർമെൻ്റായി വന്നിട്ടുണ്ട്. 3-ാമത്തെ ദിവസമാണ് ഇത് ഇളക്കി കൊടുക്കുന്നത്. മരത്തിൻ്റെ കയ്യിൽ തന്നെ ഉപയോഗിച്ച് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഈ വൈൻ ഒരു പാത്രത്തിലേക്ക് അരിച്ചൊഴിക്കാം. ഈ സമയം തന്നെ നമുക്ക് കുടിക്കാനും പറ്റും. ഇങ്ങനെ അരിച്ചെടുത്ത വൈനെ നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ബോട്ടിലേക്ക് ഒഴിച്ച് സൂക്ഷിച്ചു വയ്ക്കാം. ബോട്ടിലേക്ക് ഒഴിച്ചു വയ്ക്കുമ്പോഴും മുഴുവനായി നിറയ്ക്കാതെ 1/4 ഭാഗത്തോളം ഒഴിച്ചു വെച്ചാൽ മതിയാവും. 2 ബോട്ടിലായിട്ടാണ് ഞാൻ ഒഴിച്ചു വെച്ചിട്ടുള്ളത്. അങ്ങനെ ടേസ്റ്റി ആൻഡ് സിമ്പിൾ ആയിട്ടുള്ള പൈനാപ്പിൾ വൈൻ റെഡി ആയിട്ടുണ്ട്. വീര്യത്തിന് വേണ്ടി ഗോതമ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ലെങ്കിലും അത്യാവശ്യം നല്ല സ്ട്രോങ് തന്നെയുള്ളൊരു വൈനാണ്. ക്രിസ്മസിന് കേക്കിൻ്റെ കൂടെയൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയ നല്ല വൈനാണിത്. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ ക്രിസ്മസ് ആശംസകൾ നേരുന്നു. ക്രിസ്മസിന് ഉണ്ടാക്കാൻ പറ്റുന്ന പിടിയും നാടൻ കോഴിക്കറിയുടെയും ബീഫ് ഫ്രൈയുടെയും റെസിപ്പി ഞാൻ മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ വീഡിയോ ഞാൻ ഇവിടെ ആഡ് ചെയ്യാം.